അതെ, ഈ കഥകൾക്കൊരു കുഴപ്പമുണ്ട്. എന്താ അത്? ഇതൊക്കെ കേട്ട് തലയെ കയറ്റിയാൽ പിന്നെ ഇറക്കി വിടാൻ പാടാ. അത് കേട്ടു നോക്കിയാലേ അറിയാൻ പറ്റൂ. ഒന്ന് കേട്ടു നോക്കിയതിൻ്റെ അനുഭവം ഓർത്ത് പറഞ്ഞതാ. ഈ വക മുന്നറിയിപ്പിൻ്റെ കാര്യമുണ്ടോ? അത്രയ്ക്ക് ഭയങ്കരനാണോ ഈ കഥ പറച്ചിലുകാരൻ? പറയുന്നവൻ വീറയാ, കട്ടിലേന്ന് എണീക്കാത്തവൻ. പക്ഷെ അവൻ പറയുന്ന കഥകൾ ലേശം പ്രശ്നമാണ്. ഇന്ന് പരിചയപ്പെടുന്ന പുസ്തകമാണ് ഉറക്കപ്പിശാച്. SP ശരത്താണ് രചയിതാവ്. മനോരമ ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 290 രൂപയാണ് വില വരുന്നത്. നാരായണൻ വാപ്പൻ എന്ന് പറയുന്ന ഗ്രഹനായകൻ, അദ്ദേഹം കിടപ്പിലാണ്. അദ്ദേഹത്തിലൂടെയാണ് ഈ നോവൽ മുന്നേറുന്നത്. അദ്ദേഹം പറയുന്ന ചില അസാധാരണമായ കഥകൾ അത് അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും എല്ലാം എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. വളരെയധികം ഭയപ്പെടുത്തുന്ന എലമെൻസ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഭയം എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു വികാരത്തിനെ നല്ല രീതിയിൽ തന്നെ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ പുസ്തകം വായിക്കാനായിട്ട് എടുക്കുന്നത് ഇതിൻ്റെ കവർ പേജ് എനിക്ക് ഭയങ്കരമായിട്ട് രസം തോന്നി, അങ്ങനെയാണ് എടുക്കുന്നത്. ആ പേരും അതുപോലെ തന്നെ. പക്ഷേ ഇതിലും ആപ്റ്റായിട്ടുള്ളൊരു കവർ പേജ് ഇല്ല കേട്ടോ. കവർ ഡിസൈൻ ചെയ്ത ആൾക്ക് അത്ര വളരെ വലിയൊരു അഭിനന്ദനം നേരെയാണ്. കാരണം ഇതിൻ്റെ കഥ എന്താണെന്നുള്ളതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു, നമ്മൾ ചിന്തിക്കാത്ത ഒരു കഥാസാരാണ് ഇതിനകത്തുള്ളത്. തീർന്നു പോവല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിതിൻ്റെ ഓരോ പേജും മറിച്ചത്. കാരണം തീരുമ്പോൾ ഒരു ടെൻഷൻ വരുന്ന പോലെ അത്രയധികം രസമായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല രീതിയിൽ പേടിപ്പെടുത്തുന്ന കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ പുസ്തകം പേടികൊണ്ട് ഞാൻ അടച്ചു വെച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെയും തുറക്കും, പിന്നെയും വായിക്കും. അങ്ങനെ എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷെ ഞാനത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വായിക്കുന്നവർക്ക് അതിൻ്റെ രസച്ചരട് മുറിഞ്ഞു പോകരുതല്ലോ. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു പുസ്തകമാണ് കേട്ടോ ഇത്. അത്രയധികം ഇഷ്ടപ്പെട്ടു. വളരെയധികം ആളുകളിലേക്ക് ഈ പുസ്തകം എത്തണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നന്ദി.